സുഹൃത്തുക്കളെ, ഞാൻ എന്റെ ചാനലിൽ മാക്സിമം കണ്ടന്റുകൾ ഉൾക്കൊള്ളിച്ച് വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വീഡിയോകളെ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മളൊക്കെ പ്രവാസികളാണ്. നമ്മുടെ ഡ്യൂട്ടിക്കിടയിൽ ഈ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ വളരെ സമയപരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ അങ്ങോട്ട് വിപുലമായിട്ട് വീഡിയോകൾ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല. ചെയ്യുന്ന വീഡിയോകൾ നല്ല കണ്ടന്റുകൾ ഉൾക്കൊള്ളിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോകൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അവസാനമായി ഞാൻ അപ്ലോഡ് ചെയ്തത് ഹൗ ടു ക്രിയേറ്റ് എ QR കോഡ്. ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ QR കോഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. കയറി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് OBS, ഓപ്പൺ ബ്രോഡ്കാസ്റ്റ് സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ സ്ട്രീംലാബ്സിന്റെ തന്നെയാണ് OBS. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വെർഷൻ ആണ് ഈ സ്ട്രീംലാബ്സിലുള്ളത്. അപ്പൊ സ്ട്രീംലാബ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ FB പേജിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ നമുക്ക് എങ്ങനെ ഒരു ലൈവ് സ്ട്രീമിംഗ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ്. A to Z, അതായത് സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ നമ്മുടെ മൊബൈൽ ആക്സബിലിറ്റി, അതായത് റിമോട്ട് ആക്സബിലിറ്റി ലഭിക്കുന്നത് വരെയുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഇത് പരിപൂർണമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ FBയിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സ്ട്രീമിങ്ങിന് വേണ്ടി കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് സോഫ്റ്റ്വെയറുകളാണ് ഈ OBSഉം സ്ട്രീംലാബ്സും. അത് ഈ സ്ട്രീംലാബ്സ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രീംലാബ്സ് ഓപ്പൺ ചെയ്യുന്നു. ഈ സ്ട്രീംലാബ്സിൻ്റെ തന്നെയാണ് OBS. ഇനി അതിന് നമുക്ക് ഒരു സീനും അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ എന്ത് പ്രോഗ്രാമാണോ അവിടെ നമ്മൾ ലൈവ് സ്ട്രീമിംഗ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ നമ്മുടെ സീനും സോഴ്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു സെമിനാറാണ് ഉദ്ദേശിക്കുന്നത്. KEN കുഞ്ഞാമുഹമ്മദിൻ്റെ ഒരു സെമിനാർ നമുക്ക് സ്ട്രീമിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ അപ്പോൾ ഞാൻ ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീന് പേര് കൊടുക്കുന്നു. ആ ഇൻട്രോ റൺ ചെയ്യേണ്ടത് എവിടെ നിന്നാണോ അതാണ് സോഴ്സുകൾ. അപ്പോൾ ആ ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻട്രോയ്ക്ക് മെയിനായിട്ട് നമുക്കൊരു ബാനർ ആവശ്യമാണ്. അപ്പോൾ ആ ബാനർ ചൂസ് ചെയ്ത് കൊടുക്കുന്നു. അതിന് ബാനറിന് പേര് കൊടുത്തിട്ട് അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണോ ആ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ബാനറൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇമേജ് ഫയലായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ആ ബാനർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് പിന്നെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഫിറ്റ് ടു സ്ക്രീൻ കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ആ സ്ക്രീനിൽ വന്നിരിക്കും. ഇത് നമുക്ക് ഈ OBS കാണുന്നത് പോലെ ഡബിൾ സ്ക്രീനായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഡബിൾ സ്ക്രീനിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡബിളായിട്ട് കാണും. അതിൽ ഒന്ന് എഡിറ്റും മറ്റേത് ലൈവുമാണ്. അപ്പോൾ നമുക്ക് ഈ എഡിറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. മറ്റേത് ലൈവാണ്. ലൈവ് പൊസിഷൻ അങ്ങോട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. അതിനുശേഷം ഈ ബാനറിൽ നമുക്കൊരു ലോഗോ കൊണ്ടുവരണമെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ആൾറെഡി ആ ബാനറിൽ ലോഗോ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ലോഗോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ലോഗോയുടെ ലൊക്കേഷൻ ചൂസ് ചെയ്ത് കൊടുക്കുന്നു. ലോഗോ PNG ഫയലോ അല്ലെങ്കിൽ JPG ഫയലൊക്കെ നമുക്ക് ചെയ്യാം. PNG ആയിരിക്കും കുറച്ചും കൂടെ, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫയലുകളാണ് ലോഗോ ഒക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ലൊക്കേഷനും ചൂസ് ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ലോഗോ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് കറക്റ്റ് പൊസിഷനിൽ അത് ആ ബാനറിന് മുകളിൽ എവിടെയാണോ വേണ്ടത് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കറക്റ്റ് ആ സ്കെയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആ പൊസിഷനിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ട്രാൻസ്ഫോം അടിക്കുമ്പോൾ നമുക്ക് ലൈവ് ഡയറക്റ്റ് പോകുന്നതായിരിക്കും. അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഏത് പൊസിഷനിൽ വെക്കണോ അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നമുക്കവിടെ ലൈവിൽ അപ്പിയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ആൾറെഡി ഇവിടെ ബാനറിൽ ലോഗോ ഉള്ളത് കൊണ്ട് ഞാനിത് ഈ സീൻ ഈ സോഴ്സ് ഞാൻ റിമൂവ് ചെയ്ത് കളയാണ്. മൈനസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. ഓക്കെ, അതിനുശേഷം
അടുത്ത ഒരു സോഴ്സ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്ക്രോൾ ലെറ്ററാണ്. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ചൂസ് ചെയ്യുന്നു. എന്നിട്ട് അത് എന്ത് സ്ക്രോൾ ലെറ്റർ ആണ് എന്താണോ അത് ആ സബ്ജക്റ്റ് അവിടെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിനൊരു നെയിം കൊടുക്കുന്നു. അതിനുശേഷം ആ പ്രോഗ്രാം ലൈവ് വരുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഇൻട്രോ കാണിക്കണമല്ലോ. റൺ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സമയത്താണ് ഈ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ടൈമും അതിൽ ആരാണോ സംസാരിക്കുന്നത് ആ വ്യക്തിയുടെ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ഒരു സ്ക്രോൾ ലെറ്റർ താഴെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ റൺ ചെയ്യിപ്പിച്ചു തുടങ്ങാം. അപ്പോൾ ഇവിടെ തന്നെ ഒരു KN കുഞ്ഞഹമ്മദിൻ്റെ ഒരു സെമിനാർ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് പേര് കൊടുക്കുകയാണ് KN കുഞ്ഞഹമ്മദ് FB ലൈവ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കാണിക്കേണ്ട ലെറ്റർ അവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനവിടെ സ്പേസ് കൊടുത്തത് ലൂപ്പ് വരുമ്പം ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്ക്രോൾ ലെറ്റർ ഇങ്ങനെ റൺ ചെയ്ത് കാണിക്കും. അപ്പോൾ ആ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു സ്പേസ് ഇട്ട് കൊടുത്തിരുന്നത്. ഓക്കെ, അത് കറക്റ്റായിട്ട് അതവിടെ അലൈൻ ചെയ്ത് കൊടുക്കുന്നു. ഈ ഡ്യുവൽ ടോൺ കളറൊക്കെ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ കണ്ടു കാണാം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാവും. ഇനി ആ ലെറ്റർ സ്ക്രോൾ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഫിൽട്ടർ ആഡ് ചെയ്തിട്ട് ഫിൽട്ടർ ആഡ് ചെയ്യുന്നു. എന്നിട്ട് സ്ക്രോൾ ലെറ്റർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ക്രോൾ കൊടുക്കുന്നു. അതിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ ഒരു ആദ്യത്തെ പാർട്ട് പോയതിന് ശേഷം രണ്ടാമത്തേത് സ്റ്റാർട്ട് ചെയ്ത് വരും. അതിന് വേണ്ടിയിട്ടാണ് ആ സ്പേസ് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ അടുത്തതായിട്ടൊരു സീൻ ആഡ് ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് ഇൻട്രോ ഓക്കെ ആയി. ഈ FB ലൈവ് വരുന്നതിന് മുമ്പ് ടൈമൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഇൻട്രോ കൊടുക്കാം. അപ്പം കുറച്ച് സമയം മുമ്പ്, മണിക്കൂറുകൾ മുമ്പ് നമുക്ക് ഇൻട്രോ റൺ ചെയ്യിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും FB ലൈവിൻ്റെ സമയത്തുണ്ട് എന്നുള്ളത്. FB പേജിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് അടുത്ത ആ ഒരു സീനിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ക്യാമറയാണ്. അപ്പം അതിനുവേണ്ടി വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് എൻ്റെ ലാപ്പിൻ്റെ ക്യാമറ അവിടെ അപ്പിയർ ചെയ്തു. അപ്പം മെയിനായിട്ട് നമ്മൾ മെയിൻ പ്രോഗ്രാം അല്ലെങ്കിൽ മെയിൻ സ്റ്റേജ് അതൊക്കെയാണ് നമ്മളവിടെ രണ്ടാമതായിട്ട് നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജും ഈ വ്യക്തി ചിലപ്പം നാട്ടിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്ത് സംസാരിക്കാം. അപ്പോൾ ലൈവ് നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നാട്ടിൽ നിന്ന് കണക്ട് ചെയ്ത് നമുക്ക് നിഞ്ച എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത ഒരു പാർട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഈ ക്യാമറ, എൻ്റെ വീഡിയോ ക്യാപ്ചർ ഡിവൈസ് HP ക്യാമറയാണ്. അപ്പം അത് ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് ചൂസ് ചെയ്ത് അതിൻ്റെ റെസൊല്യൂഷൻ കറക്റ്റായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഈ നോർമലായിട്ട് ക്യാമറയുടെ റെസൊല്യൂഷൻ വരുന്നത് 1920 1080 ആണ്. ഇത് മെയിനായിട്ട് ഞാനൊരു സാമ്പിൾ കാണിക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ലാപ്പിൻ്റെ ക്യാമറയാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ചിലപ്പോൾ ഒരു വെബ് ക്യാമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു DSLR ക്യാമോ നമ്മുടെ മെയിൻ സ്റ്റേജിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ക്യാമറ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു യൂസേജ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ക്രോമാക്കി, അതായത് ഗ്രീൻ സ്ക്രീനിൽ ഉള്ള ഒരു വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആനിമേറ്റഡ് ലോഗോ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിന് മീഡിയ സോഴ്സ് ചൂസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ലോഗോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആ ലോഗോ ചൂസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഗ്രീൻ സ്ക്രീനിലാണ് ഈ ലോഗോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു ആനിമേറ്റഡ് ലോഗോ ആണ്.
നമ്മുടെ ഈ മെയിൻ സ്റ്റേജിൻ്റെ, അതായത് മെയിൻ പ്രോഗ്രാമിൻ്റെ മുകളിൽ നമ്മുടെ ആ ലോഗോ ആനിമേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ലൂപ്പ് കൊടുത്തിട്ട് ഡൺ കൊടുക്കുമ്പോൾ നമ്മളൊരു ഫിൽട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ക്രോമാക്കി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ റെസൊല്യൂഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഗ്രീൻ മാസ്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ആ ലോഗോ അവിടെ അപ്പിയർ ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ അടുത്തൊരു സോഴ്സിൽ അടുത്തൊരു ക്യാമറ കൂടെ നമ്മൾ അവിടെ ആഡ് ചെയ്യുകയാണ്. അത് ഓഡിയൻസ്. ഇപ്പോൾ ഓഡിയൻസ്, സ്റ്റേജ്, അങ്ങനെ രണ്ടും ഒറ്റ ഫ്രെയിമിലായിട്ട് കാണത്തക്ക രീതിയിൽ നമുക്കവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗസ്റ്റിൻ്റെ സ്പീച്ച് അവിടെ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു സീൻ അടുത്തത് ആഡ് ചെയ്യുന്നു. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിനെ നെയിം ചെയ്യുന്നു, KN സ്പീച്ച്. നമ്മളിപ്പം ഒരു വീഡിയോ അവിടെ നമുക്കിപ്പോൾ നിലവിൽ ഉള്ള ഒരു വീഡിയോ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അടുത്ത സോഴ്സിൽ പോയിട്ട് നമ്മൾ മീഡിയ സോഴ്സാണ് ചൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ മീഡിയയുടെ സോഴ്സ് എവിടെ നിന്നാണോ അത് കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു പേര് കൊടുക്കുകയാണ്. വീഡിയോ എന്ന് പറഞ്ഞു കൊടുത്തു. ആഡ് സോഴ്സ് അല്ലെങ്കിൽ സ്പീച്ച് എന്ന് പറഞ്ഞു കൊടുക്കുക, കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ആഡ് സോഴ്സ് ചെയ്ത് അതിൻ്റെ ലൊക്കേഷൻ ചൂസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ആൾറെഡി നമ്മൾ ഇൻട്രോ വന്നു, മെയിൻ പ്രോഗ്രാം വന്നു, പിന്നെ അതിലും മെയിനായിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം അവിടെ ആഡ് ചെയ്ത്, അങ്ങനെ 3 സീനും ആഡ് ചെയ്ത് അതിന് എവിടെ നിന്നാണോ വേണ്ടത് ആ സോഴ്സുകളെല്ലാം ആഡ് ചെയ്തു. വീഡിയോ പോലെ തന്നെ ഓഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പ്രൊഫഷണലായിട്ടൊരു ലൈവ് സ്ട്രീമിന് ഓഡിയോ ക്ലിയർ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ആ സ്ട്രീമിംഗ് കുളമായി പോകില്ലേ. അതുകൊണ്ട് തന്നെ ഓഡിയോ ഇന്നും ഔട്ടും അത് പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് കൊടുക്കണം. അത് നിങ്ങൾക്ക് അടുത്ത ഒരു പാർട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. തൽക്കാലം ഓഡിയോ ഞാൻ ഇവിടെ ആൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇന്നും ഔട്ടും എല്ലാം പെർഫെക്റ്റായിട്ട് അഡ്വാൻസ്ഡ് ഓഡിയോ സെറ്റിങ്സിലൊക്കെ പോയി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് ശേഷമേ ലൈവ് FBയിലോട്ട് പോസ്റ്റ് ചെയ്യാവുള്ളൂ. അപ്പം അത് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യാണ്. വീഡിയോ വളരെ ലെന്തി ആയി പോകുന്നതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത നമുക്ക് FBയിൽ എങ്ങനെ ലൈവ് പോകാം എന്നുള്ളത് നോക്കാം. അതിന് സെറ്റിങ്സിൽ നേരത്തെ ആൾറെഡി FBയിൽ ലോഗിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗോ ലൈവ് കൊടുക്കുമ്പോൾ തന്നെ FB അവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ളത് അതൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൺഫേം ആൻഡ് ഗോ ലൈവ് എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ലൈവിലോട്ട് കണക്ട് ചെയ്യുന്ന FBയിലോട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ FBയിൽ കണക്ട് ചെയ്യുന്നത് വരെയല്ലേ കണ്ടോളൂ. ഇനി FB പേജിൽ അതെങ്ങനെ അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആ FBയുടെ പേജിൽ കയറി നോക്കാം. ഓക്കെ, റിഫ്രഷ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ലൈവ് അവിടെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അത് സ്ക്രോൾ ലെറ്ററോട് കൂടി ക്ലിയർ സൗണ്ടോട് കൂടി നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ സബ്ജക്റ്റാണ്. നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന സീനും അതുപോലെ സോഴ്സും എല്ലാം നമുക്ക് ഒറ്റ ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോയി സീൻ കളക്ഷനിൽ നിന്ന് നമ്മൾ ഈ ഫയലുകൾ എക്സ്പോർട്ട് ചെയ്യുകയാണ്. എക്സ്പോർട്ട് ചെയ്തിട്ട് ഒരു ഫോൾഡർ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഫയലിന് ഒരു നെയിം കൊടുത്ത് നമ്മളിവിടെ സൂക്ഷിച്ചു വെക്കുന്നു. ഇൻ കേസ് ഈ സെയിം ടൈറ്റിലോട് കൂടി അല്ലെങ്കിൽ സെയിം സബ്ജക്റ്റോട് കൂടി വേറൊരു ലൈവ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നമുക്കിത് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് എങ്ങനെയെന്ന് ഞാൻ അവസാനം കാണിച്ചു തരാം.
ഇപ്പം ഈ ഫയൽ എക്സ്പോർട്ട് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. ഇനി ആ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ഫയലിൽ നിന്ന് നമുക്ക് ആ ഫയൽ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സീനും അതുപോലെ സോഴ്സും എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എല്ലാ സീനും അതുപോലെ തന്നെ സോഴ്സും എല്ലാം ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ഫയലിൽ നിന്നും ആ ഫയലിനെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ആ സെയിം സീനോട് സെയിം എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നാണ് അടുത്ത് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ സീൻ സെലക്ഷനിൽ നിന്ന് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരുന്ന ഫയലിനെ ചൂസ് ചെയ്തിട്ട് അത് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നു ആ ഫയൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു സെയിം പൊസിഷനിൽ എല്ലാം ആ ഫയലുകൾ റീജനറേറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ OBSലും ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരു ഫയല് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് റിമോട്ട് ആക്സസ് അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് സെറ്റിങ്സിൽ റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ പോകുന്നു. അതിനുശേഷം വിൻഡോസ് എന്തെങ്കിലും അലോ ഓപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു QR കോഡ് അപ്പിയർ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ഒരുപോലെ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രീംലാബ്സ് കൺട്രോളർ എന്ന ആപ്പിൽ കൂടി ഈ QR കോഡിനെ സ്കാൻ ചെയ്തിട്ട് ആ മൊബൈലിലൂടെ ഓരോ സീനിൻ്റെയും ട്രാൻസ്മിഷൻ കൺട്രോൾ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ മൊബൈലിൻ്റെ സ്ക്രീൻ റെക്കോർഡും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മൊബൈലിൽ സ്ട്രീംലാബ്സ് കൺട്രോളർ എന്ന ആപ്പ് ഓപ്പൺ ആക്കുന്നു. റിമോട്ടിൽ ക്ലിക്ക് ചെയ്ത് ആ QR കോഡ് റീഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ആക്സസിബിലിറ്റി ലഭിക്കുന്നതായിരിക്കും. ഈ ട്യൂട്ടോറിയൽ റിമോട്ട് ആക്സസിബിലിറ്റി പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ റിമോട്ട് ആക്സസിബിലിറ്റി ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൊബൈലും അതുപോലെ തന്നെ നമ്മുടെ ലാപ്പും ഒരേ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ, അതായത് ഒരേ വൈഫൈയിൽ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്കതിൽ നമ്മുടെ മൊബൈലിൽ ഈ സീനുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരേ നെറ്റ്വർക്കിൽ ആയിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മാക്സിമം എല്ലാ കണ്ടന്റുകളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.